നമസ്കാരം. നാളെ ജൂലൈ 7 തിങ്കളാഴ്ചയാണ്. നാളെ ഞാൻ ഈ പരാമർശിക്കുന്ന രാശിക്കാരായ വ്യക്തികൾക്ക് അനുകൂലമായ ഒരു ദിവസം തന്നെയായിരിക്കും. ഇവർ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ ഇവർക്ക് വിജയ സാധ്യതകളും ചില അനുകൂലമായ കാര്യങ്ങളും ഇവരെ കാത്തിരിക്കുന്നു എന്ന് തന്നെ പരാമർശിക്കാം. എന്നാൽ ഇവർ ചെയ്യുന്നതായ ചില കാര്യങ്ങൾ അതിവർക്ക് അബദ്ധമായി പിണയുവാനുള്ള സാധ്യതകളും വളരെ കൂടുതലാകുന്നു. ആ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളും വന്നു ചേരേണ്ടതായ ആ കാര്യങ്ങളെക്കുറിച്ചും വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം ഓ മഹാലക്ഷ്മി എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ രാശി മിഥുനം രാശി. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകീരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണാനുഭവങ്ങൾക്ക് വളരെയധികം മുൻതൂക്കം ലഭിക്കുന്ന ഒരു ദിവസമായി തന്നെ മാറാം. കർമ്മരംഗം പൊതുവിൽ സ്വസ്ഥതയുള്ളതായി തീരാവുന്നതുമാണ്. ഭാരിച്ചതായ ചില കാര്യങ്ങൾ, ദൗത്യങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വന്നേക്കില്ല എന്ന കാര്യവും ഓർക്കണം. സഹപ്രവർത്തകരുടെ, സുഹൃത്തുക്കളുടെ പങ്കാളിത്തം പല കാര്യങ്ങളിലും തൃപ്തി നൽകുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ശരിയായ രീതിയിൽ ബുദ്ധി ഉണർന്ന് പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാകുന്നു. കൂടാതെ ഈ സമയം വാക്കുകൾക്ക് സ്വീകാര്യത കൈവരിക്കുവാൻ സാധിക്കുന്നു എന്ന കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. കുടുംബത്തിൽ സമാധാനം, ഐക്യം കൊണ്ടുവരുവാൻ സാധിക്കും. ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ലക്ഷ്യപ്രാപ്തി കൈവരിക്കുവാൻ അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങളിൽ അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ധനാഗമം വന്ന് ചേരാവുന്നതായ ഒരു സമയം തന്നെയാകുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭം നേടിയെടുക്കുവാൻ സാധിക്കുന്ന ചില അവസരങ്ങൾ ജീവിതത്തിൽ വന്നു ചേർന്നു എന്ന് വരാം. തൊഴിലുമായി ബന്ധപ്പെട്ട് ആത്മവിശ്വാസം വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. കൂടാതെ നിങ്ങൾക്ക് ആശ്വാസം പകരുന്നതായ ചില കാര്യങ്ങൾ പ്രധാനമായും കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതിന് പലരുടെയും പിന്തുണ ആർജിച്ചെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. എന്നിരുന്നാലും ധനം നഷ്ടം സംഭവിക്കാവുന്ന അല്ലെങ്കിൽ ചെലവുകൾ വർദ്ധിക്കാവുന്ന ഒരു ദിവസം തന്നെയാകുന്നു. അതിനാൽ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ടതായ ഒരു ദിവസം തന്നെയാകുന്നു. ചില കാര്യങ്ങളിൽ വിജയം നേടുവാൻ അല്പം കൂടി കാത്തിരിക്കേണ്ടതായി വരാം. എന്നാൽ അനുകൂലമായ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും എന്നുള്ളതാണ്. അതിനാൽ പിന്നീടാണ് എങ്കിലും അതിൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കും. ഇന്നേ ദിവസം പ്രത്യേകിച്ചും നിങ്ങൾ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഭഗവാനെ ആരാധിക്കുന്നതും ഏറ്റവും ശുഭകരമാണ്. പ്രത്യേകിച്ചും ഭഗവാന് ഇന്നേ ദിവസം കൂവളമാല ചാർത്തി പ്രാർത്ഥിക്കുന്നതും വെളുത്ത പുഷ്പങ്ങൾ ഭഗവാന് സമർപ്പിക്കുന്നതും മന്ത്രങ്ങൾ ജപിച്ച് പ്രാർത്ഥിക്കുന്നതും ശുഭകരമായി തീരും. അതിരാവിലെ വിളക്ക് തെളിയിച്ച് തന്നെ ഭഗവാനെ ഇന്നേ ദിവസം നിങ്ങൾ ആരാധിക്കുക. കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും. ചിങ്ങം രാശി. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകം, പൂരം, ഉത്രം എന്നീ നാളുകാർ. ഇന്നേ ദിവസം ഇവർക്ക് ചില കാര്യങ്ങൾ ദോഷമായി ഭവിക്കാവുന്നതായ സാഹചര്യമുണ്ട്. തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യം കടന്നു വന്നു എന്ന് വരാം. സ്വന്തം തൊഴിലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പല കാര്യങ്ങളിലും പരീക്ഷണങ്ങൾക്ക് മുതിരുവാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ശ്രദ്ധയോടെ ആ കാര്യങ്ങൾ കൊണ്ടുപോയില്ല എങ്കിൽ അത് നിങ്ങൾക്ക് വളരെയധികം നഷ്ടങ്ങൾക്ക് കാരണമായി തീരും. വിജയങ്ങൾ പെട്ടെന്ന് നേടിയെടുക്കുവാൻ സാധിക്കണം എന്നില്ല, എളുപ്പമായേക്കില്ല എന്നുള്ളതാണ്. അതിനാൽ ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത് വിജയം കാണാം. കൂട്ടുകെട്ടുകൾക്ക് അല്പം നിയന്ത്രണം ആവശ്യമായ ഒരു ദിവസം തന്നെയാകുന്നു. വേണ്ടപ്പെട്ടവരുടെ ഉപദേശങ്ങൾ ലഭിക്കും എങ്കിലും ചിലത് സ്വീകരിക്കാൻ മടി കാണിക്കുന്നതായ സാഹചര്യങ്ങളും വന്നു ചേരാം. കൂടാതെ ഇന്നേ ദിവസം ഇഷ്ട ഭക്ഷണയോഗം വന്ന് ചേരാവുന്ന ഒരു ദിവസം തന്നെയാകുന്നു. ആരോഗ്യപരമായ കാര്യങ്ങളിൽ അല്പമൊരു നേട്ടം പ്രതീക്ഷിക്കാവുന്ന സാഹചര്യമുണ്ട്.
പല കാര്യങ്ങളിലും മറ്റുള്ളവരുടെ പിന്തുണ നേടിയെടുക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും മറ്റുള്ളവരുടെ പ്രശംസ നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു ദിവസവുമായി മാറാം. കൂട്ടുകച്ചവടം അല്ലെങ്കിൽ കച്ചവടവുമായി ബന്ധപ്പെട്ട് അല്പം ലാഭം പ്രതീക്ഷിക്കാവുന്നതായ ദിവസമാണ്. കൂടാതെ ഇന്നേ ദിവസം മറ്റ് കാര്യങ്ങൾക്ക്, അതായത് ഇഷ്ടപ്പെട്ടതായ പല കാര്യങ്ങൾക്കും അല്പം സമയം കൂടുതലായി നീക്കിവെക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. അർഹതയ്ക്ക് അംഗീകാരം ലഭിക്കുന്നത് പോലെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പ്രശംസ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. എന്നാൽ ഇന്നേ ദിവസം ചെലവിന്റെ കാര്യത്തിൽ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. അതല്ല എങ്കിൽ ചെലവുകൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. യാത്രകൾ വേണ്ടി വരാവുന്ന ഒരു ദിവസം തന്നെയാകുന്നു. തെറ്റായ ഉപദേശങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളുമുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ടു പോകണം. പ്രത്യേകിച്ചും ഇന്നേ ദിവസം ഉപാസനാദികൾക്ക് തടസ്സമുണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ കൂടി അല്പമൊന്ന് ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ ആലസ്യത്തിൽ വീണു പോകുവാനുള്ള സാധ്യതകളുണ്ട്. ധനം ഇന്നേ ദിവസം പല കാര്യങ്ങളിലും ചെലവഴിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ചില കാര്യങ്ങളിൽ നിങ്ങൾ പ്രതീക്ഷിക്കാതെ തടസ്സങ്ങളും വന്നു ചേരാം. എന്നാൽ ഗൃഹാന്തരീക്ഷം ഉന്മേഷം പകരുന്നതായി മാറാം. ആരോഗ്യപരമായ കാര്യങ്ങൾ അല്പമൊരു ഉണർവ് പ്രകടിപ്പിക്കാവുന്നതുമാണ്. പൊതുവിൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. പ്രധാനമായും നിങ്ങൾ ഇന്നേ ദിവസം പരമശിവനെ ആരാധിക്കുന്നതും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭഗവാന് ധാരയോ അല്ലെങ്കിൽ കൂവളമാലയോ ചാർത്തി പ്രാർത്ഥിക്കുന്നതും ഇന്നേ ദിവസം വെളുത്ത പുഷ്പങ്ങൾ ഭഗവാന് സമർപ്പിച്ച് ശിവമന്ത്രങ്ങൾ ജപിച്ച് ഭഗവാനെ ആരാധിക്കുന്നതും കൂടുതൽ അനുകൂലമായി തീരും. വൃശ്ചികം രാശി. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് വിശാഖം, അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നാളുകാർ. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിവസം കാര്യങ്ങൾ അല്പം അനുകൂലമായി തീരാവുന്ന ഒരു ദിവസമാണ്. എന്നാൽ തീരുമാനങ്ങൾ കൈക്കൊള്ളുമ്പോൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതായ സമയമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. ക്ലേശങ്ങൾക്ക് കാരണമാകുന്ന ചില തീരുമാനങ്ങൾ അബദ്ധവശാൽ എടുക്കുവാനുള്ള സാധ്യതകളുണ്ട്. ചില പ്രതിസന്ധികൾ തീർക്കുവാനുള്ള അവസരങ്ങളും വന്നു ചേരാം. കൂടാതെ ഇന്നേ ദിവസം നിങ്ങൾക്ക് പല വിധത്തിലും സഹായങ്ങൾ പലരിൽ നിന്നും ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഇന്നേ ദിവസം വളരെയധികം ജാഗ്രത, ശ്രദ്ധ പുലർത്തേണ്ടതായ ഒരു ദിവസം കൂടിയാകുന്നു. കൂടാതെ ഇന്നേ ദിവസം നിങ്ങൾ അർഹിക്കുന്നതായ ഫലം അത് അധ്വാനത്തിന്റെ ഫലമാണ് എങ്കിലും ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കുടുംബത്തിന്റെ ആവശ്യങ്ങൾ, വേണ്ടപ്പെട്ടവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാൻ സാധിക്കും. ലാഭം പല കാര്യങ്ങളിലും പ്രതീക്ഷിക്കാവുന്നതായ ഒരു ദിവസം തന്നെയാകുന്നു. ചിലരോട് ദേഷ്യപ്പെടേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. എന്നാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുന്നതാണ് പൊതുവിൽ ശുഭം. പല കാര്യങ്ങളും അറിയാതെ അല്ലെങ്കിൽ മനസ്സിൽ ചിന്തിക്കുകയും അത് മാനസികപരമായ പിരിമുറുക്കങ്ങൾക്ക് കാരണമായി തീരുകയും ചെയ്യാം. അതിനാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി തന്നെ മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ശുഭം. ആത്മശക്തി വർദ്ധിക്കുന്നതായ സമയം തന്നെയാണ്. പല പ്രശ്നങ്ങൾക്കും തീർപ്പ് കണ്ടെത്തുവാൻ സാധിക്കും. എന്നാൽ ചെലവിന്റെ കാര്യത്തിൽ അല്പമൊന്ന് ശ്രദ്ധ ഇന്നേ ദിവസം പുലർത്തേണ്ടത് അനിവാര്യമാണ്. ചില കാര്യങ്ങളിൽ അനാവശ്യമായ തിടുക്കം വന്നു ചേരാം. ഇന്നേ ദിവസം വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. പ്രതീക്ഷിച്ചതായ കാര്യങ്ങൾ പെട്ടെന്ന് ലഭിക്കാത്തതായ സാഹചര്യം ഉണ്ടായി എന്ന് വരാം. അല്പമൊന്ന് കാത്തിരുന്നായിരിക്കും പല കാര്യങ്ങളും ലഭിക്കുന്നതായ സാഹചര്യം. ഭാഗ്യ പരീക്ഷണങ്ങളിൽ ഭാഗികമായ വിജയം നേടിയെടുക്കുവാൻ സാധിക്കും. മനസ്സ് കൂടുതൽ ക്രിയാത്മകമാകുന്ന ദിവസം തന്നെയാകുന്നു. പുതിയ കാര്യങ്ങൾ പഠിക്കുവാനുള്ള അവസരങ്ങൾ പോലും വന്നു ചേരാം. പല കാര്യങ്ങളിലും ബന്ധുക്കളുടെ, സുഹൃത്തുക്കളുടെ, വേണ്ടപ്പെട്ടവരുടെ സഹകരണം ലഭിക്കുന്നതായ സമയമാണ്. ഭാഗ്യപുഷ്ടി അനുകൂലമാകുന്ന ഒരു ദിവസം തന്നെയാകുന്നു. കൂടാതെ ഇന്നേ ദിവസം
യാത്രകൾ പ്രതീക്ഷിക്കുന്നത്ര ഗുണകരമാകണം എന്നില്ല. അതിനാൽ അത്തരം കാര്യങ്ങൾ ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുവാൻ ഓർക്കേണ്ടതായിട്ടുണ്ട്. ചെലവുകളിൽ അല്പമൊന്ന് നിയന്ത്രണം വരുത്തേണ്ടതായിട്ടുണ്ട്. കടബാധ്യതകളുമായി ബന്ധപ്പെട്ടും ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. കടം വാങ്ങേണ്ടതായ സാഹചര്യം തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരാം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ വളരെയധികം ചിന്തിച്ച് തീരുമാനങ്ങൾ കൈക്കൊള്ളുക. ഇന്നേ ദിവസം പൊതുവിൽ അനുകൂലമായ ദിവസം തന്നെയാകുന്നു. ഇന്നേ ദിവസം സാക്ഷാൽ പരമശിവനെ ആരാധിക്കുന്നതും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി മുന്നോട്ടു പോകുന്നതും കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാക്കി തീർക്കും. ഇന്നേ ദിവസം വെളുത്ത പുഷ്പങ്ങൾ ഭഗവാന് സമർപ്പിച്ച് ശിവനാമങ്ങൾ ജപിക്കുന്നതും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കും. മീനം രാശി. മീനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നീ നാളുകാർ. മറ്റുള്ളവരുടെ പ്രവൃത്തികളിൽ അല്ലെങ്കിൽ മറ്റു ചില വ്യക്തികളെ വിമർശിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. ശത്രുക്കൾ വന്ന് ചേരുന്നതിന് വർദ്ധിക്കുന്നതിന് അത് കാരണമായി തീരാം. അതിനാൽ അല്പം ശ്രദ്ധയോടെ തന്നെ പെരുമാറേണ്ടതായ ദിവസം തന്നെയാകുന്നു. കൂടാതെ ഇന്നേ ദിവസം മത്സര പരീക്ഷകൾ പോലുള്ള കാര്യങ്ങളിൽ മികച്ചതായ വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. കൂടാതെ ജോലിയുമായി ബന്ധപ്പെട്ട ശ്രമങ്ങൾ ജോലി ലഭിക്കുന്നതിന് സഹായകരമായി തീരാം. ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്ന ഒരു ദിവസമാണ്. പല വഴികളിലൂടെയും ധനാഗമം വന്ന് ചേരാവുന്നതായ സമയമാണ്. കൂടാതെ ഇന്നേ ദിവസം തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് നല്ല അവസരങ്ങൾ തേടിയെത്താവുന്ന ഒരു ദിവസമാണ്. ശ്രമങ്ങൾ വിജയം കാണാം. ഗാർഹികമായ അലോസരങ്ങൾ പരിഹരിക്കപ്പെടുന്നതായ സമയമാകുന്നു. കൂടാതെ പഴയ കടബാധ്യതകൾ പരിഹരിക്കുന്നതിനുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയുന്നതായ ഒരു സാഹചര്യം വന്നു ചേരും. ഗൃഹനവീകരണത്തിലെ ചെലവും കാലതാമസവും അല്പം വിഷമിപ്പിച്ചു എന്ന് വരാം. വിദേശത്തേക്ക് പോകുവാനുള്ള സാഹചര്യങ്ങൾ, അത്തരം ചില ശുഭകരമായ വാർത്തകൾ തേടിയെത്താം. ചില ആശങ്കകൾ താൽക്കാലികമാണ് എങ്കിലും നീങ്ങുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഇന്നേ ദിവസം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും അറിയുവാനുള്ള ശ്രമങ്ങൾ നടത്തുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഇന്നേ ദിവസം ഭാഗികമായാണ് എങ്കിലും പരിശ്രമങ്ങൾക്ക് വിജയം കാണാം. ലക്ഷ്യപ്രാപ്തി തുടങ്ങിയ കാര്യങ്ങൾക്ക് പരിശ്രമം അനിവാര്യമായ ഒരു ദിവസമാണ്. അത്തരം കാര്യങ്ങൾ അല്പമൊന്ന് അനുകൂലമായി തീരാം. കൂടാതെ ഇന്നേ ദിവസം ജോലിയുമായി ബന്ധപ്പെട്ട് ചില ചുമതലകൾ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരാം. ഇന്നേ ദിവസം നിങ്ങൾക്ക് കലാകാരന്മാരാണ് എങ്കിൽ കാര്യങ്ങൾ അനുകൂലമാകുന്ന ദിവസമായി തന്നെ മാറാം. ചില അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാവുന്നതുമാണ്. വീട്ടുകാരുടെ അല്ലെങ്കിൽ ഗൃഹത്തിന്റെ അംഗങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ, ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാൻ സാധിക്കും. പൊതുവിൽ ഇന്നേ ദിവസം പല വഴികളിലൂടെയും നിങ്ങൾക്ക് വരുമാനം വന്നു ചേരാം. എന്നാൽ ഇന്നേ ദിവസം അല്പം ഉത്കണ്ഠ വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ് ഇന്നേ ദിവസം. ഇന്നേ ദിവസം ഭഗവാനെ, സാക്ഷാൽ പരമശിവനെ നിങ്ങൾ ആരാധിക്കുന്നതും അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഭഗവാന് ധാര വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നതും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കും. ദർശനം നടത്തുവാൻ സാധിക്കാത്തവരാണ് എങ്കിൽ പോലും ഇന്നേ ദിവസം വെളുത്ത പുഷ്പങ്ങൾ ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കും. പൊതുവിൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു.